മനേറാസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ടേസ്റ്റിയായ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിൻ്റെ പേര് തന്നെ ചില്ലി ചിക്കൻ, പക്ഷേ അത് അങ്ങനെ വളരെ സ്പൈസി ആയിട്ട് ചില്ലി ആയിട്ടുള്ള ഐറ്റംസ് അല്ല അത്. അതായത് എരിവൊക്കെ കുറവായിട്ടായിരിക്കും. നിങ്ങൾക്കറിയാം ഇതൊക്കെ ഒരു ചൈനീസ് ഡിഷാണ്. അപ്പോൾ ചൈനീസ് ഡിഷൊക്കെ വലിയ എരിവ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷ് പോലെയൊക്കെ വലിയ എരിവില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മുടെ ചില്ലി ചിക്കൻ അങ്ങനെ ഭയങ്കര എരിവല്ലാത്ത ചിക്കനാണ്. ഇപ്പം നമുക്കതിനായിട്ട് ഞാനിപ്പോൾ ഒരു 300 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബോൺലെസ് പീസുകളാണിത്. 300 ഗ്രാംസ് എടുത്ത് ഞാനിപ്പം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങൾക്കിപ്പോൾ സ്ക്വയർ പീസായിട്ട് വേണമെങ്കിൽ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ അത്രയും ഇട്ട് ഞാനിപ്പോൾ രാവിലെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് രാത്രി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു ½ ആൻ അവർ മാത്രം വെച്ചാലും മതിയാകും, അല്ലെങ്കിൽ നേരത്തെ വെച്ചിരുന്നാലും കുഴപ്പമില്ല. മിനിമം ഒരു ½ ആൻ അവർ എങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇതിൽ ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കോൺഫ്ലോർ ഓപ്ഷണലാണ്. ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു ചെറിയ കോട്ടിങ്ങിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചിലരിതിൽ മുട്ട ഇട്ട് മിക്സ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മുട്ട വേണമെങ്കിൽ മുട്ട ഇട്ട് മിക്സ് ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പം മുട്ട ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ഇതെല്ലാം ഇട്ട് ഇപ്പം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. നിങ്ങൾക്കിപ്പം ഇത് റെഡ് കളറായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്യാം നിങ്ങൾ. ഞാനിപ്പം കളർ സ്കിപ്പ് ചെയ്യാണ്. എൻ്റെ അടുത്ത് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ ഫുഡ് കളർ കഴിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അട്രാക്റ്റീവ് ഇരിക്കണമെങ്കിൽ ഫുഡ് കളർ ഇട്ടേക്കുക. ഇപ്പം ഞാൻ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ചായിട്ടാണ് ഇടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഓയിൽ കുറച്ച് വെച്ചിട്ടുള്ളത്. ഒന്ന് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടൊന്ന് തിരിച്ചിടാം നമുക്ക്. ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് കുറച്ചായിട്ട് ഇടുന്നത്. നിങ്ങൾ ഓയിൽ കൂടുതലാണെങ്കിൽ എല്ലാം ചേർത്തിടാം. പക്ഷേ നമുക്ക് അടുത്ത ഓയിൽ വേസ്റ്റ് ആയിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. കുക്കായിട്ടുണ്ട്, എടുത്ത് മാറ്റാം. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ എല്ലാ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ 300 ഗ്രാംസ് ചിക്കനും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ അത്രയും ഉണ്ട്, വലുതായിട്ട് ഓയിലൊന്നും കുറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇത്രയും ഓയിൽ എടുക്കണില്ല. ഇതിൽ നിന്ന് മുകളിൽ നിന്ന് കുറേ എടുത്ത് മാറ്റിയിട്ട് ഇതിൽ തന്നെ ഞാൻ നെക്സ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ വേറെ പാത്രത്തിൽ വയ്ക്കണമെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ തന്നെ ഇത്രയും ഓയിലല്ല, കുറച്ച് ഓയിലെടുത്ത് ഈ ഓയിൽ തന്നെ കുറച്ച് മാറ്റിയിട്ട് കുറച്ചെടുത്ത് നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, നിങ്ങൾ കാണുന്നുണ്ട്, കുറച്ചേ ഉള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ഒഴിക്കാം. പക്ഷെ നമുക്ക് ഈ സാധാരണ നമ്മുടെ ഡിഷ് പോലെ ഇത് എണ്ണ തെളിയണ വരെ അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യണതാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ മതിയാകും. ഇതിലേക്ക് 2 സവോള ഞാൻ ഇപ്പോൾ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസാണ്, അത് ആഡ് ചെയ്യണം. ആ ഓണിയൻ്റെ കൂടെ തന്നെ ഞാൻ 1 ക്യാരറ്റ് നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് നല്ലപോലെ ഫ്രൈ ആകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ 2ഉം ചേർത്തിട്ടിട്ടുള്ളത്. അതായത് നമ്മുടെ ഓണിയൻ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അത് ആ പച്ച ഇത് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പം അതുകൊണ്ട് കുറച്ച് ഓയിൽ നിങ്ങൾക്ക് മതിയാകും. ഇതിൻ്റെ കൂടെ ഒരു 4-5 പച്ചമുളക് ആഡ് ചെയ്യാം. നമുക്ക് എരിവിന് മുളക് പൊടിയോ ഒന്നും ആഡ് ചെയ്യണതില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 5 പച്ചമുളക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണമുണ്ട്. ഒരു ശകലം ഉപ്പിടാം. നമുക്ക് ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഈ ഓണിയന് വേണ്ടി മാത്രമാണ്, വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഇടാം. ഞാൻ ഇടയ്ക്ക് അടച്ചു വെച്ചായിരുന്നു. ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, കളർ ചേഞ്ച് ആയിട്ടുണ്ട് ലൈറ്റായിട്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം അല്ലെങ്കിൽ ഹാഫ്, വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് അല്ലെങ്കിൽ ഒരു ചെറുത് ഇട്ടാൽ മതിയാകും. ഇതുകൂടെ കുറച്ച് ക്യാപ്സിക്കം കൂടെ ഒന്ന് കുക്കായിട്ട് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയാൽ മതിയാകും. ഒരു 2 മിനിറ്റ് ഒന്ന് ക്യാപ്സിക്കം ഇട്ടിട്ട് 2 മിനിറ്റ്സ് മാത്രം നിങ്ങൾ ഫ്രൈ ചെയ്താൽ മതിയാകും. നല്ല ക്യാപ്സിക്കം കുക്കാകേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്കിനി സോസുകൾ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ 1 ടേബിൾ സ്പൂൺ നമുക്ക് സോയാ സോസ് ആഡ് ചെയ്തായിരുന്നു ചിക്കനിൽ. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ സോയാ സോസ് ആഡ് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. നമ്മുടെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ചില്ലി സോസ് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിക്കാം. ഇതിപ്പം സോസിൻ്റെയൊക്കെ ഒരു പച്ച സ്മെൽ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക്
ചിക്കൻ ആഡ് ചെയ്യാം ഇതിലേക്ക്. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മതിയാകും. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരല്പസമയം ഒന്ന് അടച്ചു വെച്ച് ചെറു തീയിൽ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ അടച്ചു വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് മാറ്റാം. ടേസ്റ്റിയായ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നിങ്ങൾ സോൾട്ടൊക്കെ നോക്കുക കറക്റ്റാണെന്ന്. എനിക്കിപ്പോൾ എല്ലാം കറക്റ്റാണ്. നിങ്ങൾക്കിപ്പം ഫുഡ് കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു ഫുഡ് കളറൊന്നും ഇട്ടിട്ടില്ല. ഇതിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ നമുക്ക് വെതറി മാറ്റാം. ഇത് നിങ്ങൾക്കിപ്പം കുറച്ചുകൂടെ റെസ്റ്റോറൻറ്റ് റിച്ച് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അജിനോമോട്ടോ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ അജിനോമോട്ടോ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുറച്ച് 300 ഗ്രാംസേ ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വെജിറ്റബിൾസൊക്കെ ഇട്ട് വരുമ്പോൾ അത് എമൗണ്ട് അല്പം കൂടുതലാകും. ഇനി ഞാൻ ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ടേസ്റ്റിയായ ചില്ലി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഒന്ന് വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്ത് എടുക്കാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസ് കൂട്ടാനും കുറയ്ക്കാനും ചെയ്യാം. അതുപോലെ ഈ സോസ് സോയ സോസ് മാത്രം മതിയാകും. ടൊമാറ്റോ കെച്ചപ്പ് ഇടണമെന്നില്ല. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ബെല്ലെന്ന് പറയുന്ന ഓപ്ഷനും ഓളെന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.